10 വർഷത്തിന് ശേഷം വീണ്ടും മുസ്ലിം ലീഗിലേക്ക് തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് കാരാട്ട് സഖ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതിനിടെയൊക്കെ സാഹചര്യത്തെ പറ്റി സംസാരിക്കാം. വീണ്ടും മുസ്ലിം ലീഗിലേക്ക് എത്തിയിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. എന്താണ് ഇപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാനും അതിനിടയാക്കിയ ഒരു സാഹചര്യം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേർത്ത് പിടിക്കുന്നതിൽ CPM വമ്പൻ പരാജയമാണിപ്പോൾ നിലവിലുള്ളത്. CPMൻ്റെ മുൻ മന്ത്രിമാർ MLA മാരൊക്കെ കൂടി വിട്ടു ഒയ്യാണ്. പിന്നെ സഹയാത്രികരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നേരത്തെ ഈ CPM ജില്ല കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് പലതരത്തിലുള്ള പരാതികളൊക്കെ നൽകിയിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെതിരെ ഒരു പരാതിയും പരിഹരിച്ചിട്ടില്ല. കൊടുത്ത പരാതികളൊക്കെ അങ്ങനെ തന്നെ അഡ്രസ്സ് കാണാതെ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിലേക്കുള്ള വരവ് എന്തെങ്കിലും ഓഫറുകളോ മറ്റോ ഉണ്ടോ? ഓഫറിൻ്റെ ആവശ്യമില്ല. മുസ്ലിം ലീഗ് സാധാരണ പ്രവർത്തകനായി പ്രവർത്തിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് ഘട്ടത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്? വളരെ പെട്ടെന്നായിരുന്നു, ഇന്നലെയായിരുന്നു, നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു? ഇന്നലെയാണ് തീരുമാനത്തിലെത്തിയത്. എന്തായാലും അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. CPMൽ പറഞ്ഞ പല പരാതികളും പരിഹരിക്കപ്പെടാത്തതാണ് ഇത്തരം തീരുമാനത്തിലേക്ക് എത്താൻ ഇടയാക്കിയത് എന്നും സൂചിക്കുന്നു. ഇനിയിപ്പോൾ 2016 മുമ്പുണ്ടായതുപോലെ അദ്ദേഹം മുസ്ലിം ലീഗിൽ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.